ഹായ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടിലെ പഴഞ്ചോറ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മളെപ്പോഴും ചോറ് ബാക്കി വരുമല്ലോ, അപ്പോൾ അതുപോലെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴഞ്ചോറ് വെച്ചിട്ടുള്ളൊരു വടയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ. നമ്മളെപ്പോഴും ബാക്കി വരുമല്ലോ ചോറ്, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ്. ഇതിന്റെ അകം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമ്മൾ വീട്ടിൽ എപ്പോഴും കാണുമല്ലോ പഴഞ്ചോറ്. അപ്പൊ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതിലേക്ക് ആദ്യം വേണ്ടത് ഒരു വലിയ ഉള്ളി കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വടക്കൊക്കെ കട്ട് ചെയ്യില്ല, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാട്ടോ. നിങ്ങൾക്ക് പേസ്റ്റ് ആക്കുന്നതിലേറെ നല്ലത് ഇതുപോലെ ചതച്ചെടുക്കുന്നതാട്ടോ. നമുക്ക് അത് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്കിതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് 2 കപ്പ് പഴഞ്ചോറൊന്ന് അടിച്ചെടുക്കട്ടോ. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തലേ ദിവസം വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിരുന്ന ചോറാണ് കേട്ടോ. അതൊന്ന് ഊറ്റിയെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 കപ്പ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്ത് വരട്ടോ. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇതുപോലെ നരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസ് ആവാതെ ഇതുപോലെ നരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളൊരു വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാവ് ഇതിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. ഇനി നമ്മൾ അടിച്ചു വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ അടിച്ചെടുത്ത ചോറ് മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി, പച്ചമുളക്, അതുപോലെ കറിവേപ്പില, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. ഒരു കപ്പിന് 2 ടേബിൾ സ്പൂൺ എന്ന അളവിലാണ് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചോറായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പശുപശുപ്പാട്ടോ. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് ഒരുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. നമ്മൾ ചോറ് അരച്ചെടുത്ത അരപ്പിൽ തന്നെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കൈ വെച്ചിട്ട് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മാവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഇതുപോലെ ഓയിൽ പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇവിടെ വടയുടെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് നമുക്കിതിന് നടുകിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു വടൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരേ അളവിലും ഷേപ്പിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഉരുളകളാക്കി വെക്കട്ടെ. ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരേ സൈസിലുള്ളത് കിട്ടും കേട്ടോ. എനിക്കിവിടെ 2 കപ്പ് ചോറ് വെച്ചിട്ട് ചെയ്തിട്ട് 10 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചായി നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ എണ്ണ കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന ടൈം കൊണ്ട് നമ്മളിവിടെ എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിലേക്ക് നമുക്ക് ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒട്ടും തന്നെ പൊട്ടി പോവില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സൈഡ് ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അകം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചോറ് കൊണ്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴഞ്ചോറ് വെച്ചിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ പഴഞ്ചോറാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമുക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന മക്കൾക്ക് ഇതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് രാവിലെ തലേ ദിവസത്തെ ചോറ് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമുക്കിത് ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ വല്ല ഗ്രീൻ ചട്നി, നമ്മൾ മിൻ്റൊക്കെ ഇട്ടിട്ടുള്ള ഗ്രീൻ ചട്നി ഇല്ല, അത് വെച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്ത് കൂട്ടാക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.